നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര നിയോജക മണ്ഡലം UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ പേരാമ്പ്ര കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. വടകര MP ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയയുടെ വിജയത്തിനായി തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ പേരാമ്പ്ര കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. UDF നിയോജക മണ്ഡലം ചെയർമാൻ TK ഇബ്രാഹിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വടകര MP ഷാഫി പറമ്പിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ മനസ്സ് കൊടുത്ത് ആളുകളെ സ്വീകരിക്കുന്നത് എന്നുള്ളത് എത്ര പറഞ്ഞാലും തീരും. ഞാൻ തഹ്ലിയയുടെ ലോഞ്ചിന് ഇവിടെ ഉണ്ടായിട്ടില്ല. അന്ന് നേരത്തെ നിശ്ചയിക്കപ്പെട്ട പരിപാടികളും പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഒരേ സമയത്തായതുകൊണ്ട് എനിക്ക് ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ കൺവെൻഷന് വരാമെന്ന് അന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഹാള് ഭയങ്കര ഐശ്വര്യമുള്ള ഒരു ഹാളാണെന്ന് പറയാതിരിക്കാൻ കഴിയും. ഞാൻ നമ്മുടെ തെരഞ്ഞെടുപ്പിന് ഇവിടെ വന്നപ്പോ ഇതുപോലെ അകത്തും പുറത്തും നൽകിയ സ്വീകരണം കണ്ട് എന്നെ കണ്ടു തള്ളിപ്പോയി. അത്രയും ആളുകൾ വന്നിട്ട് എങ്ങനെ ഇറങ്ങാമെന്ന് പറയാൻ കഴിയാത്ത തരത്തിൽ അത്രയും ആളുകൾ വന്ന് പിന്തുണർന്ന ഒരു തെരഞ്ഞെടുപ്പ് കണ്ടത് ഈ കൺവെൻഷൻ കണ്ട ഈ ഹാളിലാണ്. അത് കഴിഞ്ഞ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഈ ഹാളിലേക്ക് ഒത്തുകൂടിയത് ജോർജിലൂടെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പേരാമ്പ്രയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ആലോചിച്ച സിനിമയിൽ പറയുന്നത് ഇപ്പോഴും അഭിമാനമാണ്, രോമാഞ്ചമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും. അതുപോലത്തെ റിസൾട്ട് ഇവിടെ ജനങ്ങൾ ഉണ്ടാക്കി തന്നു. ഇനി ഇതാ മറ്റൊരു അവസരം കൂടെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയുമായിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാനുള്ളത് ഈ സ്ഥാനാർത്ഥി നിർണയം ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ സന്തോഷമാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ കുറ്റിക്കാട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 +2 പഠിക്കുമ്പോൾ ഗവൺമെന്റ് സ്കൂളിലെ +1 +2 പഠിക്കുമ്പോൾ ഫാത്തിമ തഹ്ലിയെ ഓർത്തിട്ടുണ്ടാവോ? പേരാമ്പ്ര കമ്മ്യൂണിറ്റി ഹാളിൽ അവിടുത്തെ നിയോജകമണ്ഡലം UDFന്റെ സ്ഥാനാർത്ഥിയായി സാരഥിയായി ഈ തെരഞ്ഞെടുപ്പിൽ ആയിരക്കണക്കിനായ ആളുകളുടെ സ്നേഹം ഏറ്റുവാങ്ങി ഒരു പ്രസ്ഥാനവും മുന്നണിയും ഏൽപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു പാതയിലൂടെയാണ് ഞാൻ നടക്കുന്നതെന്ന് വിദൂര സ്വപ്നങ്ങളിൽ പോലും ആ സാധാരണ വീട്ടിലെ പെൺകുട്ടി ചിന്തിച്ചു കാണില്ല എന്നത് ഉറപ്പാണ്. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വീട്ടിലെ മൂത്ത പെൺകുട്ടി, നിങ്ങൾക്കറിയാം, ഒരു വീട്ടിലെ മൂത്ത പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആ വീട്ടിന്റെ ചുക്കാൻ പിടിക്കുന്ന പെൺകുട്ടിയാണ്. തനിക്ക് ശേഷം വരുന്ന സഹോദരങ്ങളുടെ ഉമ്മ പോലെയുള്ള ഇത്തയാണ്, അമ്മയെ പോലെയുള്ള ചേച്ചിയാണ്. അങ്ങനെ കടന്നു വരുന്ന ഒരു കുട്ടി ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു വരുമ്പോൾ പഠനത്തോടുള്ള തന്റെ അഭിവാദന, തന്റെ ഇഷ്ടം, തന്റെ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തിയ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു അംഗം. അത് കഴിഞ്ഞ് അവിടുന്ന് വളർന്ന് LLBക്ക് പഠിക്കാൻ കോഴിക്കോട്ടെ ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ അവിടുന്ന് സംഘടനാ പ്രവർത്തനത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവില്ല സംഘടനാ പ്രവർത്തനത്തിന്റെ രംഗത്തേക്ക് വരുന്നത് നാളെ ഇതുപോലൊരു നിർണായക തെരഞ്ഞെടുപ്പിൽ, കേരളം വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പിൽ എന്റെ പ്രസ്ഥാനവും മുന്നണിയും അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുമെന്ന് കരുതിയല്ല. അപ്പോ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം മുമ്പിലെന്തോ അത് ഏറ്റെടുക്കാനുള്ള താല്പര്യത്തോടെ രംഗത്തിറങ്ങുന്ന ഒരു കുട്ടി. അവിടുന്ന് വിജയകരമായി കോഴിക്കോട്ടെ ലോ കോളേജിൽ ലോ പഠിച്ച് പാസ്സായി. ആ ലോ പഠിച്ച് പാസ്സാകുമ്പോഴും പഠനം അവസാനിക്കാത്ത ഒരു പ്രക്രിയയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവിടുന്ന് തൃശ്ശൂർ ലോ കോളേജിൽ എൻട്രൻസ് എഴുതി അവിടെ PG അഡ്മിഷൻ കിട്ടി. തൃശ്ശൂർ ലോ കോളേജിൽ നിന്ന് അഡ്മിനിസ്ട്രേഷൻ ലോയിൽ LLM ചെയ്ത ഒരു സാരഥിയാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അവിടെ പഠിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിന്റെ ബാലപാഠങ്ങളിലൂടെ പോകുമ്പോൾ തൃശ്ശൂർ ലോ കോളേജ് പോലുള്ള സ്ഥലത്ത് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ അവിടുത്തെ PG റപ്പായി ജയിച്ചു വരുന്ന കുട്ടി ഒരിക്കലും കരുതി കാണില്ല അധികം വർഷങ്ങൾ വൈകാതെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതീക്ഷകളും ജനങ്ങളുടെ ആഗ്രഹങ്ങളും നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം തന്നിലേക്ക് വന്നു ചേരണം. K ബാലനാരായണൻ, TT ഇസ്മയിൽ, സത്യൻ കടിയങ്ങാട്, അഹമ്മദ് പുന്നക്കൽ, N സുബ്രഹ്മണ്യൻ, CH ഇബ്രാഹിംകുട്ടി, SP കുഞ്ഞമ്മദ്, PM ജോർജ്, CPA അസീസ്, മനോജ് ആവള, രാജൻ മരുതേരി, PK രാഗേഷ്, മിനി വട്ടക്കണ്ടി, സുരേഷ് വാളൂർ, E അശോകൻ, KA ജോസ്കുട്ടി, K സൈറ ഭാനു, ജസ്മിന മജീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KA ജോസുകുട്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് RK മുനീർ നന്ദി പറഞ്ഞു. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു മത്സരത്തിന് ഒരു അവസരം ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാകുമോ? അത് കഴിഞ്ഞ് കോളേജിൽ പഠിച്ചു, അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു, പിന്നെ പല ഭാഗങ്ങളിലൂടെ
രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. എന്റെ വളരെ കുട്ടിക്കാലത്ത് ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ഒരു സമയം എന്റെ ഓർമ്മയിലുണ്ട്. ഈ പേരാമ്പ്രയുടെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇന്ന് ഇങ്ങനെ ഒരു ആത്മബന്ധം ഈ നാട്ടിലുള്ള ജനങ്ങളുമായിട്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന്. എനിക്ക് ഒരുപാട് കുടുംബ വേരുകളുള്ള സ്ഥലമാണിത്, ഉറ്റ സുഹൃത്തുക്കളുള്ള സ്ഥലമാണിത്. ഒരുപക്ഷെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തവണ വന്ന് സംസാരിച്ച് ആളുകളോടൊപ്പം യാത്ര ചെയ്ത മണ്ണാണ് പേരാമ്പ്ര എന്നുള്ളത് എന്റെ ആത്മവിശ്വാസമാണ്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.